അസ്സലാമു അലൈക്കും. 9ാം ക്ലാസ്സിലെ അറബിയുടെ 2ാമത്തെ യൂണിറ്റിലെ അൽഫുസലാം എന്ന കവിതയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിലെ അൽഫുസലാം എന്ന പാഠം അത് കഴിഞ്ഞ ശേഷം അതിന് ശേഷമുള്ള 2-3 വർക്കുകൾ നമ്മൾ ചെയ്തു. അതിന് ശേഷം പേജ് നമ്പർ 38 നോക്കാം. നഖ്റഉ തർജമത്തുൽ ഹയാത്ത് അശ്ശാഇരി വനുഅബ്ബി വൽ ഇസ്തിമാറ. നഖ്റഉ വായിക്കാം. തർജമത്തുൽ ഹയാത്ത് ബയോഗ്രഫി ജീവചരിത്രം നമുക്ക് വായിക്കാം. അശ്ശാഇറിൻ കവിയുടെ. അതുപോലെ വനുഅബ്ബി വൽ ഇസ്തിമാറ എന്നിട്ട് ഇസ്തിമാറ എന്ത് ചെയ്യുക, താഴെ കൊടുത്ത ബയോഡാറ്റ എന്ത് ചെയ്യുക, ഫിൽ ചെയ്യുക, ആ ഫോറം പൂർത്തിയാക്കുക. താഴെ ഒരു ബയോഡാറ്റയുടെ ഫോം കൊടുത്തിട്ടുണ്ട്, അത് എന്ത് ചെയ്യുക, പൂർത്തിയാക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, തർജമത്തുൽ ഹയാത്ത് പ്രൊഫൈൽ വായിക്കാം. ഷായിറുൻ അഹമ്മദ് മഹ്മൂദ് നജീബ് ഹസൻ. അഹമ്മദ് മഹ്മൂദ് നജീബാണ് അദ്ദേഹത്തിന് ഫുൾ നെയിം. നജീബ് ഹസനാണ് ഫുൾ നെയിം. വലിദ അദ്ദേഹം ജനിച്ചു ഫി മദീനത്തെ ഹൈസ എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഫി ബിലാദി മിസ്ർ എന്ന രാജ്യത്ത്, ഈജിപ്തിലെ ഹൈസയിലാണ് അദ്ദേഹം ജനിച്ചത്. ആമൻ 1928 1928 അദ്ദേഹം ജനിച്ചത്. പ്രസ്താവിതം കാന തഅല്ലമുഹു അൽ-ഇബ്തിദാഇ ഫി മിസ്ർ. കാന ആയിരുന്നു, തഅല്ലമുഹു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമായിരുന്നു, അൽ-ഇബ്തിദാഇ എന്ന് പറഞ്ഞാൽ എലമെൻ്ററി, പ്രാഥമിക വിദ്യാഭ്യാസം, എലമെൻ്ററി എഡ്യൂക്കേഷൻ ആയിരുന്നു. ഫി മിസ്റിൽ നിന്നാണ്, ഈജിപ്തിൽ നിന്നാണ്, അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ നിന്നാണ് എലമെൻ്ററി എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയത്. വഹസ്വല അല ഷഹാദത്തി അൽ മാജിസ്റ്റർ ഫി തഖ്തീത്തുൽ ബശരി. വഹസ്വല അദ്ദേഹം കരസ്ഥമാക്കി അല്ല ഷഹാദത്തി മാജിസ്റ്റർ, മാസ്റ്റർ ഡിഗ്രി കരസ്ഥമാക്കിയത് ഫി തഖ്തീത്തുൽ ബശരി, ഹ്യൂമൻ പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ തഖ്തീത്ത് മീൻസ് പ്ലാനിങ്, ബശരി മീൻസ് ഹ്യൂമൻ. ഇപ്പോൾ ഹ്യൂമൻ പ്ലാനിങ്ങിൽ അദ്ദേഹം മാസ്റ്റർ ഡിഗ്രി കരസ്ഥമാക്കി. ബി അൽമാനിയ, ജർമ്മനിയിൽ നിന്ന്. അതുപോലെ വ ഷഹാദത്തിൽ മഹദി അദ്വലി ലി തഖ്തീത്തുൽ അത്തുർബവി. അതുപോലെ ഷഹാദത്തിൽ മഹദ് അദ്വലി എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ പ്ലാനിങ്. ബി ഫറൻസ, ഫ്രാൻസിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിനുള്ള സർട്ടിഫിക്കറ്റും അദ്ദേഹം കരസ്ഥമാക്കി. ഷഹാദത്ത് മീൻസ് സർട്ടിഫിക്കറ്റ്, മഹദ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അദ്വലി മീൻസ് ഇൻ്റർനാഷണൽ, തഖ്തീത്ത് മീൻസ് പ്ലാനിങ്, തർബവി മീൻസ് എഡ്യൂക്കേഷണൽ. അപ്പോൾ അത് ഷഹാദത്തിൽ മഹദ് അദ്വലി ലി തഖ്തീത്ത് തർബവി എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷണൽ പ്ലാനിങ്. അതിനുള്ള സർട്ടിഫിക്കറ്റ് അദ്ദേഹം കരസ്ഥമാക്കിയത്, അദ്ദേഹം കോഴ്സ് ചെയ്തത് ബി ഫറൻസ, ഫ്രാൻസിൽ നിന്നാണ് ചെയ്തത്. വമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. മുഅല്ലഫാത്ത് മീൻസ് അദ്ദേഹത്തിൻ്റെ രചനകൾ, കൃതികൾ. അദബുൽ അത്ഫാൽ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സാഹിത്യ കൃതിയാണ് അദബുൽ അത്ഫാൽ. അതുപോലെ ദായിറത്തുൽ മആരിഫ് മിസ്ർ ലി അത്ഫാൽ, അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എൻസൈക്ലോപീഡിയ പോലെയുള്ള ഒരു ബുക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദായിറത്തുൽ മആരിഫ് മിസ്ർ ലി അത്ഫാൽ, മിസ്റിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻസൈക്ലോപീഡിയ, കഥകളും കവിതകളും അതുപോലെ വിവരണങ്ങളുമുള്ള ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇസ്മു ദീവാനി, ദീവാനു ഷഗരി, അദ്ദേഹത്തിൻ്റെ കവിത സമാഹാരത്തിൻ്റെ പേര്. ദീവാൻ മീൻസ് കവിത സമാഹാരം, ദീവാൻ എന്ന് പറഞ്ഞാൽ സമാഹാരം, അതായത് എന്ന് പറഞ്ഞാൽ ഒരു ശേഖരണം. അദ്ദേഹത്തിൻ്റെ കവിത ശേഖരണം അതുപോലെ കവിത സമാഹാരത്തിൻ്റെ പേരാണ് ദീവാനു അഹമ്മദ് നജീബ് ലിൽ അത്ഫാൽ. അതാണ് ആ ദീവാൻ്റെ പേര്. ഹസല അദ്ദേഹം കരസ്ഥമാക്കി അല ജായിദത്തി മലിക് ഫൈസൽ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കി
ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലുള്ള അവാർഡ് ഫൈസൽ അവാർഡ്, കിങ് ഫൈസൽ അല്ലേ. ഓക്കെ, അപ്പോൾ അതിലൊരു അവാർഡാണ് നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെ അപ്പോൾ ജായിസത്തി മലിക് ഫൈസൽ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കി. ഫിൽ അദബുൽ അറബി, അറബി സാഹിത്യത്തിൽ 1991 പ്രസ്താവിതം 1991 ഫൈസൽ രാജാവിൻ്റെ പേരിലുള്ള കിങ് ഫൈസൽ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയത്. ഇനി നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ബയോഡാറ്റ എന്ത് ചെയ്യുക, ഫോം ഫില്ല് ചെയ്യുക. ഇസ്മുൽ കാമിൽ എന്താണ്, മുഴുവൻ പേര്, അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഇസ്മുൽ കാമിൽ ഫുൾ നെയിം, മക്കാനുൽ മീലാദ് പ്ലേസ് ഓഫ് ബർത്ത്, എവിടെയാണ് ജനിച്ചത് എന്നുള്ളത് എഴുതുക. ആമുൽ മീലാദ് ജനിച്ച വർഷം, അതുപോലെ ആമുൽ മീലാദ് ജനിച്ച വർഷം എഴുതുക. അതുപോലെ തഅല്ലുമുൽ ഇബ്തിദായി എന്ന് പറഞ്ഞാൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ എവിടെ നിന്നാണ് അദ്ദേഹം നേടിയത് അത് ചെയ്ത്. അതുപോലെ മുഅഹിലാത്ത് എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്. അതുപോലെ മുഅല്ലഫാത്തിന് അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്തൊക്കെയാണ്. ഇസ്മു ദീവാൻ്റെ നെയിം എന്താണ്. അതുപോലെ ജായിസ എന്ത് അവാർഡാണ്, എന്ത് സമ്മാനമാണ്, ഏത് അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, അതും എഴുതുക. ഇനി പേജ് നമ്പർ 39 നുകമ്മിലു അൽ മൻലൂമ ബി വളഇ കലിമാത്തിൻ മുനാസിബ ഫിൽ ഖാന. ഈ താഴെ കൊടുത്തിട്ടുള്ള ഈ ബോക്സിലെ പദങ്ങൾ, കലിമത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് യാ വത്തൻ എന്നുള്ള ഒരു കവിത താഴത്തുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പൂർത്തിയാക്കുക. നമ്മൾ യാ അൽഫുസലാം എന്നുള്ള കവിതയാണ് നമ്മൾ പഠിച്ചതില്ലേ. അൽഫുസലാം 1000 അഭിവാദ്യങ്ങൾ എന്നുള്ള കവിത നമ്മൾ പഠിച്ചു. ആ കവിതയിലെ ചില വരികളാണ് താഴെയുള്ളത്. നമ്മൾ പഠിച്ചത് യാ രീഫ് അൽഫുസലാം യാ ജന്നത്ത് ലഹ്ലാം എന്നാണ്. ഗ്രാമമേ 1000 അഭിവാദ്യങ്ങൾ, സ്വപ്ന തോട്ടമേ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യാം, അതിലെ ചില പദങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് യാ വത്തൻ എന്നാക്കി മാറ്റുക. എൻ്റെ രാഷ്ട്രമേ, വത്തൻ എന്ന് പറഞ്ഞാൽ രാജ്യം, രാഷ്ട്രമേ എന്നുള്ള ഒരു കവിതയുടെ ആശയങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കവിത പൂർത്തിയാക്കുക. യാവത്തൻ എന്നാണ് നമ്മുടെ വിഷയം. അപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ, അതിലേക്ക് ഇവിടെ വിട്ട ഭാഗത്ത് നിങ്ങൾ പൂർത്തിയാക്കണം. അപ്പോൾ അതിന് പൂർത്തിയാക്കേണ്ട കലിമത്തുകൾ ഇവിടെയുണ്ട്. മസ്റ മീൻസ് കൃഷിസ്ഥലം, ഉദിയാന് താഴ്വര, വാദി ജമ്മു ഉദിയാൻ, മൽബസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം, അജ്മൽ പറഞ്ഞാൽ ഏറ്റവും മനോഹരം, ഇർബാൻ എന്ന് പറഞ്ഞാൽ ഉറാബിൻ്റെ ജമ്മാണ് ഇർബാൻ, കാക്ക. അപ്പോൾ ഇർബാൻ എന്ന് പറയുമ്പോൾ കാക്കകൾ, ഉറാബ് കാക്ക, അതിൻ്റെ ജമ്മാണ് ഇർബാൻ. അതുപോലെ മിന്നത്ത് അനുഗ്രഹം, അതുപോലെ ഒമാത്ത് അതും അനുഗ്രഹം തന്നെ. ലസ്ഹാർ പൂക്കൾ, മാ വെള്ളം, വത്വൻ രാജ്യം, ബൽദത്ത് നാട്, അവസാന് കൊമ്പ്. അപ്പോൾ ഈ പദങ്ങൾ, ഈ കലിമത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് താഴെയുള്ള കവിത എന്ത് ചെയ്യുക, പൂർത്തിയാക്കുക. നിങ്ങൾ സ്വയം പൂർത്തിയാക്കുക. അപ്പോൾ ഇതോടെ രണ്ടാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠവും തീർന്നു. അസ്സലാമു അലൈക്കും.